അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ എൻ്റെ ഒരു വീഡിയോ പോപ്പുലർ ആയത് വാട്സാപ്പ് എങ്ങനെ വിൻഡോസ് 10-ൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളൊരു വീഡിയോയാണ്. അതാണ് വളരെ നല്ല പോപ്പുലർ വീഡിയോ ആയി മാറിയത്. എന്നാൽ ഇപ്പം ഏതാണ്ട് വാട്സാപ്പിൻ്റെയൊക്കെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ ഇനിയിപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ അവരവരുടെ പോളിസികളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പഴയതിലും അധികം ശക്തനായി തന്നെ വാട്സാപ്പ് ഇനിയും വാഴും ഏറെ നാൾ. എന്നാൽ ഇന്നിപ്പോൾ എന്താ പറയുക, എലോൺ മസ്കിൻ്റെ ഒരു ട്വീറ്റിൻ്റെ ബേസിൽ നമ്മുടെ സിഗ്നൽ പ്രൈവറ്റ് മെസ്സഞ്ചർ എന്ന് പറയുന്ന ഒരു ആപ്പ് വളരെയധികം പോപ്പുലർ ആയിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് അവർക്ക് ഏതാണ്ട് അവരുടെ ഉണ്ടായിരുന്ന സബ്സ്ക്രിപ്ഷന് കഴിഞ്ഞും അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക യൂസേഴ്സിന് 4 ഇരട്ടിയിലധികമായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പല മീഡിയകളും റിപ്പോർട്ട് ചെയ്തു അവരുടെ സെർവറുകൾക്ക് താങ്ങുന്നതിലും അധികം യൂസേഴ്സ് വന്നു. അതിനാൽ അവർ ഏതാണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് സമയമൊക്കെ അവർക്ക് ഡിലേ വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ യൂസേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, സിഗ്നൽ പ്രൈവറ്റ് മെസ്സഞ്ചർ എങ്ങനെ നമുക്ക് വിൻഡോസ് 10-ൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഓൾറെഡി തന്നെ നമ്മുടെ യൂട്യൂബേഴ്സ് പലവരും ഇതെങ്ങനെയാണ് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS-ൽ യൂസ് ചെയ്യുന്നതെന്ന് ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. അപ്പം എനിക്കിന്ന് അതിനെക്കുറിച്ച് അധികം പറയാനായിട്ടൊന്നുമില്ല. സാധാരണ രീതിയിൽ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വ്യത്യാസം മാത്രം. പണ്ട് നമ്മൾ വാട്സാപ്പും അല്ലെങ്കിൽ ടെലഗ്രാമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരുന്ന സമയത്ത് ആദ്യമേ തന്നെ പിന്നൊന്നും കൊടുക്കണ്ടായിരുന്നു. ഇതിന് വ്യത്യസ്തമായിട്ടൊരു പിൻ നമ്പർ കൊടുക്കേണ്ടി വരും. പിന്നെ അതിൽ തന്നെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ അവരുടെ ഒരു പ്രോമിസ് ഉണ്ട്, ഒരു കാരണവശാലും നമ്മുടെ ഡേറ്റാസ് ഒന്നും അവരെടുക്കില്ല എന്നുള്ളത്. അപ്പോൾ ആ പ്രോമിസാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടിയത്. നമ്മുടെ പേഴ്സണൽ ഡേറ്റ എപ്പോഴും സെക്യൂർ ആയിരിക്കണം. അതുപോലെ തന്നെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ മൊബൈൽ നമ്പർ മാത്രം. നമ്മുടെ മൊബൈൽ നമ്പർ ഇപ്പം നമ്മളറിയാതെ തന്നെ ഏകദേശം ഒരു 30 ലക്ഷം പേരുടെ കയ്യിൽ നമ്മുടെ മൊബൈൽ ഉണ്ടെന്നാണ് ഓരോ കണക്കുകൾ പ്രകാരം പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് അതുകൊണ്ട് ഇനി അതിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല. അപ്പം നമുക്ക് എങ്ങനെയാണ് സിഗ്നൽ പ്രൈവറ്റ് മെസ്സഞ്ചർ നമ്മുടെ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമായി തന്നെ നമ്മൾക്ക് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ആക്കാം. ബ്രൗസറിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ എഡ്ജ് ബ്രൗസറാണ്. അപ്പം നമുക്കിതിൽ സിഗ്നൽ വെബ് എന്നുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ തന്നെ സിഗ്നലിൻ്റെ തന്നെ signal.org അവരുടെ തന്നെ ഒഫീഷ്യൽ സൈറ്റ് വന്നിട്ടുണ്ട്. സിഗ്നൽ സപ്പോർട്ട്, സിഗ്നൽ പ്രോട്ടോക്കോൾ, ഡൗൺലോഡ് സിഗ്നൽ ഡെസ്ക്ടോപ്പ്, പിന്നെ വിൻഡോസ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ വെബ്സൈറ്റിലൊന്ന് കയറി നോക്കാം. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ഇന്ന് പെട്ടെന്ന് ഇല്ലാത്ത ഒരു ഹാങ്ങാണ് എൻ്റെ ഒരു ലാപ്പിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്താണ് കാരണമെന്ന് അറിയത്തില്ല. അപ്പോൾ അതെ, ഇങ്ങനെ അവരുടെ ഒരു എന്താ പറയുക, ഓരോരുത്തരുടെ കോട്ട്, അവരുടെ സിഇഒയുടെയും ഒക്കെ ഓരോ കോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അവരുടെ വെബ്സൈറ്റ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഗെറ്റ് സിഗ്നൽ എന്നും പറഞ്ഞ് തന്നെ ഒരു ഐക്കൺ ഉണ്ട്. ആ ഒരു ഐക്കണിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ആൻഡ്രോയിഡ്, ഐഫോൺ ഓർ ഐപാഡ്, ഇപ്പുറത്ത് ഡൗൺലോഡ് ഫോർ വിൻഡോസ്. പേടിക്കേണ്ട, ലിനക്സ് യൂസ് ചെയ്യുന്നവർക്ക് അവരെ സിഗ്നൽ നിരാശപ്പെടുത്തിയിട്ടില്ല. തൊട്ട് താഴെ തന്നെ സിഗ്നൽ ഫോർ ലിനക്സ് എന്നും പറഞ്ഞ് ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യും. അപ്പം നമുക്ക് വേണ്ടിയത് ഡൗൺലോഡ് ഫോർ വിൻഡോസ് ആണ്. ഇത് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനും നിങ്ങളുടെ കൂടെ തന്നെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുന്നത്. നേരത്തെ പോലെ ഞാൻ ആദ്യമേ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ആകും. ഞാനിത് ഓൾറെഡി തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. എന്താ പറയുക, ഒരു അൺബോക്സിംഗ് ഒക്കെ പോലെ തന്നെയാണ്, ലൈവായിട്ട് യൂസ് ചെയ്താണ് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ തരുന്നത്. ഇതിനു മുമ്പ് ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഭാഗ്യത്തിന് ഒരു ഗുണമുണ്ട്, എൻ്റെ കോൺടാക്ട്സിൽ ലിസ്റ്റിൽ ഏതാണ്ട് 488ഓളം കോൺടാക്ട്സ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫോണിൽ, എൻ്റെ പേഴ്സണൽ ഫോണിൽ തന്നെ. ഒഫീഷ്യൽ ഫോണിൽ അതിൽ കൂടുതലുണ്ട്. അപ്പം ഇതുവരെ ആരും ഇത് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ പുള്ളിക്കാരത്തി ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് ചെയ്ത് കാണിക്കാം. അപ്പോൾ വെയിറ്റ് ചെയ്യാം നമുക്കത് ഇൻസ്റ്റാൾ ആയി വരുന്നത് വരെ. കാരണം ഞാനും നിങ്ങളുടെ ഒപ്പം തന്നെയാണ് ഇതിപ്പോൾ ലൈവായിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു എന്താ പറയുക അൺസിപ്പിങ് കഴിഞ്ഞു. ഇപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ വരുമായിരിക്കും, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ലോഡായി വരുന്നുണ്ട്. ഇതധികം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ലോഡിങ്. ലിങ്ക് യുവർ ഫോൺ ഓർ സിഗ്നൽ ഡെസ്ക്ടോപ്പ്, ടു സിഗ്നൽ ഡെസ്ക്ടോപ്പ്. അപ്പം നമ്മുടെ ഫോൺ ഇതിലെങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പം നമ്മളിപ്പം എന്താ പറയുക, മൊബൈലിൽ നമ്മൾ സിഗ്നൽ ഓപ്പൺ ആക്കുക. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടെ എന്താ പറയുക, നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈലിൽ താഴെയായിട്ട് ലിങ്ക്ഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഡിവൈസായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കാണിക്കും. അപ്പം നമുക്കിനി ലിങ്ക് ചെയ്യാനായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം QR കോഡ് സ്കാൻ ചെയ്യാനായിട്ടുള്ളൊരു ടാബ് വന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്തതേ ഉള്ളൂ. അത് സ്കാൻ ആയി കഴിഞ്ഞാൽ അതിന് ശേഷം ലിങ്ക് കൊടുത്തു. അവിടെ ഡിവൈസ് അപ്രൂവ്ഡ് എന്ന് കാണിച്ചു. ഫിനിഷ് ലിങ്കിങ് ഫോൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മുടെ കോണ്ടാക്റ്റും ഗ്രൂപ്പ് ഇപ്പം സിങ്ക്രണൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണ് ഇത്ര താമസം വരുന്നതെന്ന് അറിയത്തില്ല. നെറ്റിൻ്റെ ആയിരിക്കാം എന്ന് കരുതുന്നു. അതിലും കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. എന്തുമാത്രം താമസം വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നല്ല ഡിലേ ഉണ്ടെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ ഇതെങ്ങനെയാണ് എന്നുള്ളത്. അപ്പം നമ്മളുടെ എന്താ പറയുക, ആ സിങ്ക്രണൈസിങ് ഒക്കെ കഴിഞ്ഞ് ആപ്പ് യൂസ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. ഇപ്പം എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതിലൊരു മെസ്സേജ് അയച്ചു. അവന് ഞാനൊരു റിപ്ലൈ കൊടുത്ത്. എന്തോ അവൻ കണ്ടോ എന്തോ അറിയില്ല, കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സർക്കിൾ പോലെ വന്നേക്കുന്നത് 2 ഡെവലപ്പ് ചെയ്ത് കാണും. ഒന്നുകൂടെ ഒരു ഹൈറ്റ് നോക്കാം. ഡെലിവർ ആയിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഇപ്പോൾ ആൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താ പറയുക, വീഡിയോ കോളും വോയിസ് കോളും നമുക്ക് ഡെസ്ക്ടോപ്പിലിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനകത്ത് ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് അപ്ലോഡ് സ്റ്റിക്കർ പാക്ക്, പിന്നെ ക്വിറ്റ് സിഗ്നൽ, അത് നമ്മൾ എക്സിറ്റ് അടിക്കുന്നതാണ്. പിന്നെ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇതിനകത്ത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാനും അൺഡു ചെയ്യാനും റീഡു ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. പിന്നെ സെലക്ട് ഓള്, പിന്നെ വ്യൂ എന്താണെന്നുള്ളത് എടുത്ത് നോക്കാം. വ്യൂവിൽ ആക്ച്വൽ സൈസ്, സൂം ഇൻ സൂം ഔട്ട്, പിന്നെ ഡീബഗ് ലോഗ്, ടാങ്കിൾ ഡെവലപ്പർ ടൂൾസ്, അതെന്താണോ നമ്മളറിയാത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം. പിന്നെ മിനിമൈസ്, മാക്സിമൈസ്, ആ 2 ഓപ്ഷൻസാണ് വരുന്നത്. പിന്നെ ഒരു ഹെൽപ്പ് ടാബ് കൂടെയുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളൊന്നും നമ്മൾ മറ്റേതിൽ കണ്ടിട്ടില്ല. ഈ ഹെൽപ്പ് ടാഗൊക്കെ ഇനി കോണ്ടാക്ടേഴ്സ് അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, ഗോ ടു റിലീസ് നോട്ട്, ഗോ ടു ഫോംസ്, അങ്ങനെയുള്ള ഇതിനെ പിന്നെ ബീറ്റ വെർഷനിലേക്ക് കയറാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം റിച്ച് ആണെന്ന് തന്നെ പറയാം. ഇനി ഇതിനകത്ത് നമ്മൾക്കിവിടെ എന്താ പറയുക, നമ്മുടെ പ്രൊഫൈലിൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പം എന്താ പറയുക, ഇതിനകത്ത് റിഫ്രഷ് ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തുമാത്രം നന്നായിട്ട് വർക്കാകും എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഞാനും നിങ്ങൾക്കൊപ്പമാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ക്വിറ്റ് ചെയ്യാം. ഓക്കെ, ക്വിറ്റ് സിഗ്നൽ. അപ്പോൾ അതിൽ ക്വിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം ഞാനും ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് എന്താണെന്നുള്ളത് ഉപയോഗിച്ച് നോക്കിയാലേ അറിയാനൊക്കത്തുള്ളൂ.
ഇതിപ്പം നമുക്ക് വെബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രൗസറിൻ്റെ ഉള്ളിൽ കൂടി QR കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ വാട്സാപ്പ് വെബ് ഉപയോഗിക്കുന്ന പോലെ കയറാനുള്ളൊരു ഓപ്ഷൻ ഇതുവരെ ഞാൻ കണ്ടില്ല. ഇനി അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അറിയാമെങ്കിൽ അതൊന്ന് എനിക്ക് റെഫർ ചെയ്താൽ നന്നായിരിക്കും. അപ്പം എന്താ പറയുക, ഞാൻ ഓവറായിട്ട് കുറേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നറിയാം. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് കൂടെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളതാണ്. അപ്പം ഓക്കെ, ബൈ, ടേക്ക് കെയർ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം.